ഈ മില്ലി ബഗ് എന്ന് പറയില്ലേ, നമ്മൾ വെള്ള പൊടി പോലത്തെ ഒരു സാധനം ഇലകളുടെ അടിയിൽ. ഇത് നോക്കി കണ്ടോ, ഇത്തിരി വലിയ തരം മില്ലി ബഗ് എന്ന് പറയാൻ പറ്റില്ല. കണ്ടു, ഒരു ഇതുപോലെ ഇത് ഉണ്ട്. ഇങ്ങനെ അടർത്തി അത് ഇങ്ങനെ പ്രസ് ചെയ്താൽ ഒരു ലിക്വിഡ് പോലെ ഉണ്ട്. ഈ ഒരു സാധനം ഇപ്പം പ്ലാവുമ്മ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കണ്ടു, ഇതുമ്മ ഉണ്ട്. പിന്നെ അതുപോലെ ഇങ്ങനെ കൊമ്പുകളിന്മ ഉണ്ട്. ഉണ്ടോ, ഇതിനൊക്കെ ഓരോന്ന് അവിടെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇലകളുടെ അടിയിൽ മുളകിൻ്റെയൊക്കെ കാണുന്നുണ്ടോ. അപ്പോൾ ഇത് വരാനുള്ളൊരു കാരണം, ഇതിന് തനിയെ ഒരു മരത്തുമ്പോൾ പോകാൻ പറ്റില്ല, നമുക്കറിയാലോ. ഇത് ഇങ്ങനെ. അപ്പോൾ ഞാൻ അതിങ്ങനെ നോക്കിയപ്പോൾ ഇതിന്മേൽ ഉറുമ്പുകൾ പോകുന്നുണ്ട്. ഈ ഉറുമ്പുകളാണ് ഇതിൻ്റെ കാരിയേഴ്സ്. ഇങ്ങനെ ഓടണ ഉറുമ്പുകൾ, അതായത് ഒരു ചെടിയുമേ ഉറുമ്പുകൾ കയറി ഇറങ്ങുന്നുണ്ടെങ്കിൽ അവരാണ് ഈ രോഗം വഹിച്ചു കൊണ്ടുവരണവർ. അതിപ്പോൾ ഏത് ഉറുമ്പായിക്കോട്ടെ കേട്ടോ, അതായത് കുനിയനോ ചോണനോ ഏത് ഉറുമ്പായിക്കോട്ടെ, ഇങ്ങനെ എല്ലാ ചെടികളും കയറി ഇറങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതിന് രോഗം വരാൻ റെഡി ആയിട്ടുണ്ട് എന്നാണ് കേട്ടോ. ഇതേ നമ്മൾ ആദ്യം കാണിച്ചത് പ്ലാവുമ്മ വന്നിട്ടുള്ള ബഗ്ഗാണ്. ഇങ്ങനെ അത് തണ്ടുമ്മലായിരിക്കും, ഇലയമ്മ ഇരിക്കില്ലേ തണ്ടുമ്മ. ഇനി ഇതിൻ്റെ ഇലയമ്മ വരാനാണ് ഇപ്പോൾ ഈ ഉറുമ്പോൾ വരുന്നത്. പേരയാണ്. ഈ പേരയുടെ ഇലയുടെ പിന്നിലൊക്കെ വരും. അതിനാണ് ഇപ്പോൾ അവർ വന്നിട്ടുള്ളത്. ഉണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ അടിയിലൊക്കെ ഒരു മഞ്ഞ പോലത്തെ വരും പുള്ളി. പിന്നെ അതിങ്ങനെ ഉണങ്ങി ഇലയുടെ എല്ലാ നീരും വലിച്ചിട്ട് പോവും. അപ്പം ഇതാണ് ഈ ബഗ്ഗുകളുടെ വലിയ പ്രധാന പണി. മിളകിൻ്റെ അടിയിലെ ഒരു പൊടി പോലെയാണ് ഉണ്ടാവുക. ഇതൊരു മഞ്ഞ പോലത്തെ, ഇപ്പോൾ ഇതൊന്നും വന്നു തുടങ്ങിയിട്ടില്ല, ചെറിയൊരു ഇത് അവർ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതുമ്പോൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ശരിക്കും ഇത് വരാണ്ട് നമ്മൾ സൂക്ഷിക്കുക വേണ്ടത്. ഇവർ കയറി കഴിഞ്ഞാൽ അത് പശകാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇത് വരാതിരിക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 3 ദിവസം കൂടുമ്പോഴൊക്കെ വെള്ളം തെളിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഈ വേപ്പെണ്ണ മിശ്രിതം തെളിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, ഇത് നമ്മൾ കഞ്ഞിവെള്ളം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പിറ്റേ ദിവസത്തെ കഞ്ഞിവെള്ളത്തിൽ സബോളയുടെ തൊലിയാണ് ഇതിലിട്ടാണ് ഞാൻ കൂടുതൽ, പഴത്തിൻ്റെ തൊലി ഇട്ടിട്ടില്ല. അപ്പോൾ സബോള തൊലി ഇട്ടിട്ട് ഇത് 3-ാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ 3-ാം ദിവസം തൊട്ട് കിട്ടുന്ന വെള്ളം നമ്മൾ അരിച്ചിട്ട് ഇരട്ടി വെള്ളം, ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിൽ ഇരട്ടി, കുറയ്ക്കരുത്. ഒരു ഇരട്ടിയും കൂടിയും കൂട്ടിയാലും കുഴപ്പമില്ല, 2 ഇരട്ടി എടുത്താലും കുഴപ്പമില്ല, പക്ഷെ കുറയാൻ പാടില്ല. അത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇടവിട്ടിട്ട് ഒരു 3 ദിവസം കൂടുമ്പോൾ സ്പ്രേ ചെയ്താൽ ഇത് വരാണ്ടിരിക്കാൻ നമുക്ക് പറ്റും. പിന്നെ നമ്മൾ എത്ര പറഞ്ഞാലും ആദ്യമൊക്കെ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റിന് ചെയ്യും, പിന്നെ അത് മാറ്റി വയ്ക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ രോഗങ്ങൾ വരണേ. അപ്പോൾ കണ്ടു, ഇങ്ങനത്തെ സാധനം വന്നാൽ ഈ തണ്ട് അങ്ങോട്ട് ഉണക്കും. മറ്റേത് ഇല ഉണക്കുമ്പോൾ ഇത് തണ്ട് നീര് കുടിച്ച് കൊമ്പുകളൊക്കെ ഉണങ്ങും. പ്ലാവുമ്പോൾ ഇപ്പോൾ വന്ന് നോക്കുന്നുണ്ട് അവർ. അപ്പോൾ നമ്മൾ ഇതിനെ കളഞ്ഞിട്ട് വേണം മരുന്നടിക്കുക. ഇങ്ങനെ രോഗം വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് കാണുമെന്ന് അറിയില്ല. ഇതിൻ്റെ തണ്ടുമ്പോൾ കുറച്ചായിട്ടുണ്ട്, മുകളിൽ നമുക്ക് എത്തില്ലല്ലോ പറിച്ച് കളയാം. കണ്ടോ, അപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് എത്തുന്ന സ്ഥലത്താണെങ്കിൽ അതിന് പറിച്ച് കളയാം. അപ്പോൾ ഇത് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സ്പ്രേ ചെയ്ത് ആദ്യം ഇതിനെ കളയണം. ആ സ്പ്രേ ചെയ്യാൻ നമ്മൾ ആദ്യം ഉപയോഗിക്കേണ്ടത് വേപ്പെണ്ണ ഉണ്ടെങ്കിൽ ഒരു ഓയിൽ മിക്സും പിന്നെ ലിക്വിഡ് വാഷും. അത് ഡ്രോപ്പ് ഒരു 5 തുള്ളി രണ്ടും വെച്ച് മിക്സ് ചെയ്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ അടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ വേപ്പെണ്ണ കടയിൽ പോയപ്പോൾ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ വെളിച്ചെണ്ണയാണ് പിന്നെ ഉള്ളത്. അപ്പോൾ ഞാനത് ഒഴിക്കാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ വിമ്മിൻ്റെ ലിക്വിഡ് ഉണ്ട്, അതൊരു 5 തുള്ളി ഒറ്റിക്കണം. പിന്നെ വെള്ളമാണ് ചേർക്കണേ കേട്ടോ. സ്പ്രേയറിൽ എപ്പോൾ എന്തൊഴിക്കുമ്പോഴും അരിച്ചിട്ട് വേണം ഒഴിക്കാൻ, അല്ലെങ്കിൽ സ്പ്രേയർ ചീത്തയാവും, അതിൽ കരട് കിടക്കും, പിന്നെ നമുക്ക് ഉദ്ദേശിച്ച സംഗതി നടക്കില്ല. പഴയ വല്ല ചായലരിപ്പ് എന്തെങ്കിലും അല്ലെങ്കിൽ തുണി വെച്ചരിച്ചാലും കുഴപ്പമില്ല, അരിച്ചിട്ട് വേണം നമ്മൾ ഒഴിക്കാനായിട്ട്. ഞാൻ 2 തുള്ളി കൊണ്ട് ഒറ്റിക്കുന്നുണ്ട്, ഓയിലില്ലല്ലോ. വേപ്പെണ്ണയുള്ളവർ അത് മിക്സ് ചെയ്തിട്ട് വേണം ആക്കാൻ. ഞാനിപ്പോൾ അതില്ല, അപ്പം ഇനി കാത്തിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ലിക്വിഡ് വാഷ് വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് അടിക്കണത് കേട്ടോ. നല്ല പമ്പാണെങ്കിൽ നല്ല ദൂരത്തേക്കൊക്കെ നമുക്ക് അടിക്കാൻ പറ്റും. ഇതിപ്പോൾ തുള്ളി മേലേക്കായാലും നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഈ സോപ്പിൻ്റെ അംശം വരുമ്പോൾ അവരെ നിലനിൽപ്പ് അങ്ങോട്ട് പോയി കിട്ടും. അപ്പോൾ ഞാനിത് പറയാൻ കാരണം,
ഇത് നമ്മൾ ഈ ഒരു തരം രോഗം കണ്ടു കഴിഞ്ഞാൽ വല്ലാണ്ട് വലിച്ച് നീട്ടരുത്. നീട്ടി കഴിഞ്ഞാൽ അത് മുഴുവൻ ഉണങ്ങി കടഞ്ഞിട്ടാവും പിന്നെ അവർ പോവുള്ളൂ. അവരുടെ ജോലി തീർത്തിട്ട് അവർ പോവുള്ളൂ. അപ്പം നമ്മൾ നാളെന്ന് വെച്ചാൽ പിന്നെ മരം ഉണ്ടാവില്ല, ചെടി ഉണ്ടാവില്ല, കായ ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഇത് ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് വേപ്പിനൊക്കെ ഒന്ന് തടിച്ചു കൊടുത്ത് കുഴപ്പമില്ല. അത് നമ്മൾ കറക്കിയെടുക്കുമ്പോൾ ഒന്ന് കഴുകണമെന്ന് മാത്രമല്ലേ ഉള്ളൂ. കണ്ടോ ഈ മിളക് നോക്കി ഉണക്കി എന്ന് പറയാം. ഉണങ്ങിയെന്നല്ല, ഉണക്കി. ഞാൻ പിന്നെ നനയ്ക്കലില്ല അത്, പക്ഷെ അതുമ്പോൾ പൊടി വന്നതിന് വേണ്ട. ഇതിന് നമ്മൾ എന്ത് റിക്കവർ ചെയ്തിട്ടും കാര്യമില്ല കേട്ടോ. ചെടി വലിച്ച് തീയിലിടാനേ പറ്റുമോ. ഇതിൻ്റെ രസം എന്താണെന്നറിയോ, ചെമ്പകത്തുമ്മ വര വന്നേക്കുക. എന്താ ഇതുമ്മ കണ്ടപ്പോഴേ അതെന്തത് ഉറുമ്പ് ഇതുമ്മ കയറി മറിയണേ. അപ്പം നോക്കുമ്പോൾ ഉറുമ്പ് ഓടിപ്പോണ്ട്. കുനിയെ മാത്രമാണ് ആദ്യം ഇങ്ങനെ കണ്ടായിരുന്നു നമ്മൾ. പക്ഷേ ഇപ്പോൾ അതേ നോക്കി നിങ്ങൾ കാണുമെന്ന് അറിയില്ല. കണ്ട ഉറുമ്പ് ഇതുമ്മലും കയറിപ്പോണ്ട്. അപ്പോൾ ഈ ഉറുമ്പാണ് ഇത് കൊണ്ടുവരണേ. അപ്പോൾ നമ്മൾ ഇതുമ്മ ഇത് അടിച്ച് ഇതൊക്കെ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ചോക്ക് വരയ്ക്കാട്ടോ. ഇങ്ങനത്തെ വേറെ മരത്തുമ്മലൊന്നും ഇത് മുട്ടിയിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ ചെടികൾക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ മരങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ ചോക്ക് ഉണ്ടല്ലോ, മറ്റേ ലക്ഷ്മണരേഖ ചോക്ക്, അത് ചുറ്റും വരച്ചു കൊടുത്താൽ പിന്നെ ഉറുമ്പ് കയറില്ല. അപ്പോൾ പിന്നെ രോഗം വരില്ല. ഈ പഴമക്കാരെന്താ പറയുന്നത്, ആരോഗ്യമില്ലാത്ത കുട്ടികളുടെ മേത്ത രോഗം വരുള്ളൂ എന്നാണ് പറയുക. അതുപോലെ ആരോഗ്യമില്ലാത്ത ചെടികളുടെ മേലെ തന്നെ രോഗം വരണേ. പക്ഷെ കണ്ട വഴിക്ക് നമുക്ക് അതെന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നന്നായിരിക്കും. ഇപ്പോൾ ഈ കൊമ്പൊന്നിക്ക് താഴ്ത്തുനിന്ന് എത്തണില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ലാഡർ വെച്ചിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്യണം. അപ്പോൾ നമ്മളത് യുക്തി പോലെ ചെയ്യുക. അപ്പോൾ ഉയരമുള്ള കൊമ്പുമ്പോൾ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ നമുക്ക് പറ്റാവുന്ന ലാഡർ വെച്ചിട്ട് ആ ഹൈറ്റ് വരെ കിട്ടുമല്ലോ. ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചാൽ പിന്നെ ഒന്നും നടക്കില്ല. പക്ഷെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയിട്ട് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ നടക്കുകയും ചെയ്യും. നമ്മുടെ എല്ലാം വയലറ്റ് പേരയാണ്. അപ്പോൾ ആ വെള്ളം ബാക്കിയുണ്ട്, മറ്റേ സോപ്പ് കലക്കിയില്ല, നമ്മൾ സോപ്പല്ല ലിക്വിഡ് വാഷ് കലക്കിയില്ല. അപ്പോൾ അതെന്തായാലും ഇതിനും കൂടി അടിച്ചു കൊടുക്കുക, കളയണ്ടല്ലോ. ഇതുമൊക്കെ നന്നായിട്ട് വരാറുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഈ ഇലയുടെ പുറകിൽ ഒരു മഞ്ഞ കളറിൽ സാധനം വരും. എന്നിട്ട് അങ്ങടെ എല്ലാം ഉണക്കും, കമ്പുകളൊക്കെ ഉണക്കി കളയും. അപ്പോൾ നമുക്ക് ഇതിനൊരു പ്രിക്കോഷനായിട്ട് അടിച്ചു കൊടുക്കാം ബാക്കിയുള്ള കാരണം. അപ്പോൾ ബാക്കി മിളകുണ്ട്, അപ്പോൾ അതിനടിച്ചു കൊടുക്കുകയാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് അടിക്കുമ്പോൾ ഇതിൻ്റെ കോട്ടിങ് വരുമല്ലോ. അപ്പോൾ സോപ്പാകുമ്പോൾ അത് ഉണങ്ങുമ്പോൾ ഒരു കോട്ടിങ്, അതിൽ ഓയിലും ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഒരു കോട്ടിങ് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാണികൾക്ക് ഇത് കടിക്കുമ്പോൾ അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇലയുടെ അടിയിലൊക്കെ അടിക്കുമ്പോഴേ അതാണ് അവർ പോണത്. ഇനി നമ്മൾ പരീക്ഷണത്തിന് നിൽക്കണില്ല, അല്ല അത് റിസൾട്ട് കിട്ടുമെന്ന് നോക്കാൻ ദേ ഒരു ലക്ഷ്മണരേഖയും വരച്ചു കൊടുക്കും. കാരണം ഈ മരത്തിൻ്റെ മുകളിലൊന്നും വേറെ മരങ്ങൾ തൊടുന്നില്ല. അപ്പോൾ ഇത് മാത്രമുള്ളതിന് വരാനുള്ളൊരു വഴി നമ്മൾ അടച്ചാൽ പിന്നെ അവർക്ക് കയറാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇതെടുത്ത സ്ഥിതിക്ക് ചെയ്ത ചെമ്പകാട്ടാ. അപ്പോൾ അതിനും ആക്കി കൊടുക്കുക. എല്ലാ ഉറുമ്പുകളും പലതരത്തിൽ. കുനിയനെ ഓടിപ്പിച്ചപ്പോൾ വേറെ ഉറുമ്പായി മാറിയിട്ട് അവർ വന്നിട്ട്, അല്ലാതെ അവരുടെ ജോലി അതാണ്. നമ്മൾ ഇത് വരാണ്ട് ശ്രദ്ധിക്കുമ്പോൾ അവരെങ്ങനെ കയറി ഇതിനെ നശിപ്പിക്കാമെന്ന് മാത്രമാണ് അവരുടെ ചിന്ത. പിന്നെ അതുപോലെ ഈ കഞ്ഞോളം നിങ്ങൾ ചെയ്യാൻ മറക്കരുത്. നമ്മുടെ വീട്ടിൽ വെറുതെ കളയണ സാധനങ്ങൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം. പിന്നെ നമ്മൾ ഈ ലക്ഷ്മണരേഖയൊക്കെ ചോക്ക് മേടിച്ച് വെക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് തന്നെ ഓരോ പുതിയ മരുന്നുകൾ കണ്ടെത്താം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത്. ഓക്കെ ട്ടാ.